Reviews in the press by Review Resum. Welcome to our channel. So guys, we will review Honda one of the smooth and refined product, Honda CB350 RS. Now, we have Honda CB350 RS. So basically, CB is a city bike, RS road sailing. So this is Highness RS. Okay. So we have RS. So this is Big Wing exclusive. We have Big Wing exclusive CB300F. CB300F. That's the link button or pop-out button. So, what is Actually, we have retro styling in improvements with scrambler inspired elements model feel. Like Honda, like Royal Enfield copy this is long stroke. Honda designs are design. So, we will review. So, in the front looks in first of all, we have identical matching twin bike Highness. അപ്പോൾ ഹൈനസിന് ഇതിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ റെട്രോ സ്റ്റൈലിങ്ങിലേക്കാണ് നമുക്കൊരു പോയിന്റ് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഈവൻ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എടുത്താലും അതിൻ്റെ ക്രോം എലമെന്റ്സ് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ക്രോം എലമെന്റ്സ് ഹൈനസിലേക്ക് വരുമ്പോൾ ഈവൻ അതിൻ്റെ മഡ് ഗാർഡിൻ്റെ ഒരു പ്ലേസ്മെന്റിലും എല്ലാം ക്രോം ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ഫൈബർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് കംപ്ലീറ്റ് LED യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇലുമിനേഷൻ കുറച്ച് കുറവാണ് നമുക്ക് ചില സിറ്റുവേഷൻസിലൊക്കെ. പിന്നെ പറയുന്നത് ടയേഴ്സിനെ പറ്റി പറയാം. 100 സെക്ഷൻ്റെ ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 19 ഇഞ്ചസിൻ്റെ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീൽസ് ആണ്, ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ഹോൺ കൊടുത്തിട്ടില്ല, സിംഗിൾ ടോൺ ഹോൺ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ 320mm ഡിസ്ക് റോട്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ABS വന്നിട്ടുണ്ട്, അതും ഡ്യുവൽ ചാനൽ. സോ അത്രയൊക്കെ തന്നെയായിരുന്നു ഫ്രണ്ട് ലുക്സിൻ്റെ റിവ്യൂ. നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് സൈഡ് ലുക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എർഗോണമിക്സ് ഫസ്റ്റ് പറയാം. എൻ്റെ ഹൈറ്റ് 5'9" ആണ്. എനിക്ക് ഇത് ഫ്ലാറ്റ് ഫുട്ടാണ്, പ്രശ്നമൊന്നുമില്ല. 800mm ആണ് ഇതിൻ്റെ സീറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ സ്പോർട്ടി ഫീലൊന്നല്ല ഇരിക്കുക. ഹൈനസും RS ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ സ്പോർട്ടി ഹാൻഡിൽ ബാറൊന്നുമല്ല. ഇരിക്കുമ്പോൾ ഒരു നോർമൽ ഒരു ചെറിയൊരു ലീനുള്ളൂ. ഹൈനസിൽ നമ്മൾ കുറച്ചുകൂടി വിരിഞ്ഞിട്ടാണ് ഇരിക്കുക. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇതിൽ ടാക്കോമീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ വാർണിംഗ് സിഗ്നൽസും അങ്ങനത്തെ സംഭവങ്ങളും ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ ഇതിന് RSന് ഇപ്പോൾ ടോപ്പ് മോഡലിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പണ്ട് RSന് ഇനീഷ്യലി വന്നപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. സൈഡ് ലുക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഹൈനസ് ആയിട്ടുള്ള ഡിഫറൻസ് പറയാം. സീറ്റാണ്. ഇതിനൊരു സിംഗിൾ സീറ്റാണ്. ഹൈനസിന് സിംഗിൾ സീറ്റും വരുന്നുണ്ട്, സ്പ്ലിറ്റ് സീറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് പറയുകയാണെങ്കിൽ ഇത് സിംഗിൾ റൈഡിങ് സെറ്റപ്പാണ്. ഇതിൽ പില്യൻ ഒട്ടും പറ്റില്ല. എന്താ വെച്ചാൽ പില്യൻ ഇരിക്കാനുള്ള സ്പേസ് വളരെ മോശമാണ്. ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ RS സിംഗിൾ റൈഡിങ് സെറ്റപ്പാണ് ഏറ്റവും ബെസ്റ്റ്. ഫാമിലി യൂസ് എന്നാണെങ്കിൽ ഹൈനസിൻ്റെ എടുക്കാം. അതിൻ്റെ സീറ്റ് കുറച്ച് ബ്രോഡാണ്, അതുകൊണ്ട് നമുക്ക് പില്യൻ ഇരിക്കാനും കുറച്ച് സുഖം ഉണ്ടാവും. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഹൈനസ് എന്നാണ് വരിക. ഇതിപ്പോൾ 350 RS എന്ന് എഴുതിയിട്ടുണ്ടാവും, മറ്റത് ഹൈനസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ എക്സോസ്റ്റ് ഫുൾ ക്രോം എലമെന്റ്സ് വളരെ കൂടുതലായിരിക്കും ഹൈനസിന്. ഇവിടെയൊക്കെ ക്രോം എലമെന്റ്സ് ആണ് വരിക. ഇതിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് എക്സോസ്റ്റ് കാണാൻ. ഇനി നമുക്ക് എഞ്ചിനിലേക്ക് വരുമ്പോൾ ഇത് എയർ കൂൾ ലോങ് സ്ട്രോക്ക് 350cc എഞ്ചിനാണ്. സ്പെക്ക് പറയുകയാണെങ്കിൽ 21 PS 30 Nm ടോർക്കാണ് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ആക്ച്വലി ഇത് ഭയങ്കര ലോങ് ഗിയർഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോ എൻഡ് കുറച്ച് മോശമാണ്. പിന്നെ ഇവിടെയൊക്കെ ക്രോം എലമെൻറ്റ്സ് കൂടുതലായിരിക്കും ഹൈനസ് ആയിട്ട് നോക്കുമ്പോൾ. ഇതിന് കളർ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഡുവൽ ടോൺ കളറുള്ള ഇതും ഉണ്ട്. പിന്നെ ഹ്യൂ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് 2 കളേഴ്സ് ഉണ്ട്. ബ്ലൂ വിത്ത് മിക്സ്ഡ് ഷെയ്ഡ്സ് ഉള്ളതും റെഡ് വിത്ത് മിക്സ്ഡ് ഷെയ്ഡ്സ് ഉള്ളതും. സോ ബാക്ക് ലുക്സിൻ്റെ റിവ്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു മോഡേൺ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ സെക്ഷൻ കാണാം. ഇതിൻ്റെ ട്വിന്നായിട്ടുള്ള നമുക്ക് ഹൈനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു ബോക്സി ടൈപ്പ് റെട്രോ സ്റ്റൈലിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. ഈവൻ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ്, നമ്പർ പ്ലേറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം ഒരു മോഡേൺ സ്റ്റൈലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്.
പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടയർസിലേക്ക് വരാം. 150 സെക്ഷൻ്റെ 17 ഇഞ്ചസിൻ്റെ ഒരു ചങ്കി ആയിട്ടുള്ള റേഡിയൽ ടയർ സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്, നല്ലൊരു അട്രാക്റ്റീവ്നെസ് കൊടുക്കുന്നുണ്ട് ബാക്കിൽ നിന്നൊക്കെ ഒരു വ്യൂ കാണുമ്പോൾ. ട്വിൻസ് ഷോക്സ് വന്നിട്ടുണ്ട്, അത്യാവശ്യം സ്റ്റിഫാണ്. നമുക്ക് റിയറിലിരിക്കണ പില്ലിയണ് കുറച്ച് സ്റ്റിഫാണ് ലോങ്ങർ റൈഡ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ. നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം പൊട്ടണ ഒരു സൗണ്ടാണ്, നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടുമാണ്. സോ അത്രയൊക്കെ തന്നെയായിരുന്നു ബാക്കിൻ്റെ റിവ്യൂ. റൈഡിലേക്ക് പോകുന്നതിന് തന്നെ ഒരു മെയിൻ കാര്യമുണ്ട്, നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോവാണ്. ലൈക്ക് സെക്കൻഡ് ഹാൻഡ് നമ്മൾ ആക്ച്വലി ഇഷ്ടപ്പെട്ട കുറേ വണ്ടികളുണ്ട്, അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് റിവ്യൂസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ദ പ്രീ ലവ്ഡ് കാർ ക്രോണിക്കിൾസ്. പണ്ടത്തെ എന്തൂസിയാസ് കാറും ഹോട്ട് കാർസും അങ്ങനത്തെ കുറേ കാർസുകൾ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമുക്ക് ഇതിൻ്റെ ഡ്രൈവറിലേക്ക് കിടക്കാം. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഓണായി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് സ്മൂത്താണല്ലേ എഞ്ചിൻ. നല്ല സ്മൂത്ത്നെസ് അവർ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ഫസ്റ്റ് തന്നെ ഇനീഷ്യലി നമ്മൾ എടുത്തു പോകുമ്പോൾ മനസ്സിലാവുന്നത് ക്ലച്ച് വളരെ ലൈറ്റാണ്, വെരി ലൈറ്റസ്റ്റ് ക്ലച്ചാണ് ഈ സെഗ്മെൻറ്റിൽ. എന്താ വെച്ചാൽ ഹോണ്ട ഇവരുടെ എല്ലാ ബൈക്സിനും നല്ല ലൈറ്റ് ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരു ക്യാരക്ടറിൻ്റെ ഒരു കുറവുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ക്ലച്ച് ഇടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഇതിന് കുറവാണ്. എന്താ വെച്ചാൽ അത്രയും ലൈറ്റ് ക്ലച്ച് കൊടുത്തുകൊണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറയാം. ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ ഗിയറിങ് വളരെ ലോങ് ആണ്, നല്ല ലോങ് ഗിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 4th ഒരു 50-ലേക്കൊക്കെ വന്ന നോക്കിങ് വരും. ഇത് നമ്മൾ സിറ്റി യൂസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ ലൈറ്റ് ക്ലച്ചും കൂടി ആയതുകൊണ്ട് സിറ്റിയിൽ നമുക്ക് എപ്പോഴും സെക്കൻഡ് ഗിയറിൽ തന്നെ പോകാം. എന്താ വെച്ചാൽ അത്രയും ലോങ് ആണ് ഇതിൻ്റെ ഗിയറിങ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല ഈ വണ്ടിയിൽ. ഇവിടുത്തെ പാച്ചസൊക്കെ വരുമ്പോൾ നമുക്ക് സസ്പെൻഷനിലൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഫ്രണ്ട് വളരെ സോഫ്റ്റാണ്, പക്ഷേ ബാക്ക് ഇത്തിരി സ്റ്റിഫ്നെസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റിഫാണ് ബാക്ക്. അപ്പോൾ ബാക്കിൽ റെയർ സസ്പെൻഷൻ സ്റ്റിഫ്നെസ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഹാൻഡ്ലിങ് ഈ വണ്ടിക്ക് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്, നല്ല ഹാൻഡ്ലിങ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് സ്പോർട്ടി ഹാൻഡ്ലിങ് അല്ലെങ്കിലും ഒരു അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. ഇതിൽ നമ്മളൊരു 40-50 സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇവിടെ എക്കോ എന്ന് എഴുതി കാണിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈക്കോ എന്നൊരു ഗ്രീൻ എംബ്ലത്തിൽ കാണിക്കും. സോ ഇതിൻ്റെ ഗിയർ ബോക്സിൽ ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്ക് ഫോൾസ് ന്യൂട്രൽ വീഴും. ഞാനിത് ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ ഒരു ഫോൾസ് ന്യൂട്രലിൻ്റെ ഒരു സംഭവം വന്നായിരുന്നു, ന്യൂട്രലിലേക്ക് വീഴുണ്ടായിരുന്നു. അതൊരു ഇഷ്യൂ ആണ്. പിന്നെ നമുക്ക് ഇതിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗിയറിങ് ലോങ് ആയതുകൊണ്ട് നമ്മളൊരു 5th ഗിയറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 80+ പോകേണ്ടി വരും, എന്നാലാണ് 5th ഗിയറിൽ ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ 5th ഗിയറിന് അത്ര യൂസ് ഇല്ല. എന്താ വെച്ചാൽ 4th ഗിയർ അങ്ങനെ ക്യാരി ചെയ്യാനാണ് 5th ഗിയറിന് പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു അത്രയും ഇതൊരു കൊടുത്തിട്ടില്ല അവർക്ക്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. എക്സോസ്റ്റ് നോട്ട് അടിപൊളിയാണ്. നമ്മൾ POVയിൽ കേൾക്കുമ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പവർ ഡെലിവറി നോക്കിയാലോ. കണ്ടില്ലേ, ഇതിൻ്റെ 3rd ഗിയറിൽ തന്നെ നല്ല ലോങ് ആയതുകൊണ്ട് 100ലേക്ക് എത്തുന്നുണ്ട്. ലൈക്ക് പവർ ഡെലിവറി നോക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു ഡീസൻറ്റ് പവറാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് നല്ല ഔട്ട്റൈറ്റ് പുള്ള് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, ഒരു ഡീസൻറ്റ് പവറാണ് കൊടുത്തിരിക്കുന്നത് വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ പവർ ഡെലിവറി കണ്ടില്ലേ, ലൈക്ക് നമുക്കൊരു മാക്സിമം ടോപ്പ് സ്പീഡ് ഇതിൽ പറയുകയാണെങ്കിൽ ഒരു 130 ആണ്. അത് വെയിറ്റ് അനുസരിച്ച് മാറും. ലൈക്ക് ഇതിൻ്റെ സെഗ്മെൻറ്റ് നോക്കുമ്പോൾ ലൈക്ക് ക്ലാസിക് 350 100 350യേക്കാളും ടോപ്പ് സ്പീഡ് ഇതിനുണ്ട്. പക്ഷേ പവർ ഡെലിവറി നോക്കുമ്പോൾ 100ന് നമുക്ക് ഇനീഷ്യലി കുറച്ച് പവർ തോന്നും. എന്താ വെച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതിന് നല്ല ലോ എൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആ ഒരു ഔട്ട്റൈറ്റ് പുള്ള് നമുക്ക് തോന്നുന്നത് ലൈക്ക് നല്ല നമ്മൾ ഒന്ന് റെവ് ചെയ്ത് പിടിച്ചാലാണ് ആ വണ്ടിയുടെ ഫുൾ പവർ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. ലൈക്ക് പവർ നോക്കുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ചൊക്കെ നന്നായിട്ട് പുള്ളിയുണ്ട് വണ്ടി, ആ ടോർക്ക് 30 Nm ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് നോക്കിയാലോ. ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ചെറിയൊരു നോസ് ഡൈവ് ഉണ്ട്, ആ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിലേക്ക് കിടക്കാം. കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ 100 350 ഉണ്ട്, ക്ലാസിക് 350 ഉണ്ട്, ബുള്ളറ്റ് 350 ഇപ്പോൾ വന്നിട്ടുണ്ട്, അതേപോലെ ഗോവൻ 350 ഉണ്ട് അല്ലേ. പക്ഷേ എൻഫീൽഡ് നോക്കുമ്പോൾ എൻഫീൽഡിന് കുറച്ചുകൂടി ഡിഫറെൻറ്റ് ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന് പറയുകയാണെങ്കിൽ ഹൈനസും RSും മാത്രമേ കൊടുത്തിട്ടുള്ളൂ 350cc. ഹൈനസ് കുറച്ചുകൂടി ഫാമിലി യൂസിനും RS കുറച്ചുകൂടി നമ്മുടെ യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു സിംഗിൾ റൈഡിങ് സെറ്റപ്പ് ഡിസൈനിലേക്ക് പോയത്. ഇനി നോക്കുകയാണെങ്കിൽ
പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ റോണിൻ, ടി വി എസ് റോണിൻ ഇങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ വിലയ്ക്ക് നമുക്ക് ആക്ച്വലി കിട്ടുക ഡോമിനർ ഫോണ്ടർ കിട്ടും, NS ഫോണ്ടർ കുറച്ചുകൂടി വില കുറവിന് കിട്ടും. എന്താ വെച്ചാൽ പ്രൈസിങ് കുറച്ച് ഇതിൻ്റെ മോശമാണ്. എന്താ വെച്ചാൽ അണ്ടർ 350 റോണിൻ ക്ലാസിക് 350 ഒക്കെ ഇതിനേക്കാളും നല്ല ലോ പ്രൈസിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിഫൈൻമെൻറ്റ് വേണമെങ്കിൽ എന്തായാലും നമ്മൾ ഹോണ്ടയിലേക്ക് വരും. പിന്നെ നിങ്ങൾ 10 years ഒക്കെ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോങ് ടേം യൂസിന് ഹോണ്ടയാണ് കുറച്ചുകൂടി നല്ല റിലയബിലിറ്റി നോക്കുമ്പോൾ. ഇതിൻ്റെ ഹൈനസ് ഒക്കെ നമുക്ക് 10 years വാറണ്ടി തരുന്നുണ്ട് RSനും ഹൈനസിനും. പിന്നെ പറയേണ്ടതാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ്. റോയൽ എൻഫീൽഡ് നോക്കുമ്പോൾ ഇതിന് കുറച്ച് കൂടുതലാണ്. ലൈക്ക് ഇതൊരു 2000-3000 റേഞ്ചിലോട്ട് പോകുന്നുണ്ട്. ലൈക്ക് സർവീസ് കോസ്റ്റ് ബിഗ് വിങ് കൂടി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് കുറച്ചുകൂടി സർവീസ് കോസ്റ്റ് ഇതിന് കൂടുതലാണ്. പിന്നെ ഓവറോൾ ആക്ച്വലി നല്ല പാക്ഡ് ആണ്. നമുക്ക് ഇതിന് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനത്തെ 2 ഫീച്ചേഴ്സാണ്. പിന്നെ ഫീച്ചേഴ്സ് നമ്മൾ ബൈക്കിൽ അങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫീച്ചേഴ്സ് അധികം എക്സ്പെക്ട് ചെയ്യില്ല. ഫീച്ചേഴ്സ് വേണമെന്നാണെങ്കിൽ TVS റോണിൻ അങ്ങനത്തേലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ റിവ്യൂ. അപ്പോൾ RSന്റെ റിവ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് തോന്നിയ വണ്ടിയുടെ കാര്യങ്ങളും പ്രൈസും സംസാരിക്കാം അല്ലേ? ഓക്കെ. ഫസ്റ്റ് പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ 2.8 lakhs ഓൺ റോഡ്. ഭയങ്കര എക്സ്പെൻസീവ് ആയി പോയി. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആ പൈസക്ക് ഈ വണ്ടി ഇല്ല. 2.8 lakhs ഇസ് ടു മച്ച്. അതെ. ലൈക്ക് ഈ വണ്ടി മാക്സിമം 2.3 lakhs ഓൺ റോഡ് ഇറക്കണമായിരുന്നു അവർ ശരിക്കും. അതാണ് ഹോണ്ട ചെയ്തൊരു മിസ്റ്റേക്ക്. ഇനീഷ്യലി നമുക്ക് അറിയാവുന്ന 1-2 പേര് വാങ്ങിയിട്ടുണ്ട് ആ ഒരു പ്രൈസിന്. അതെ, ആ പ്രൈസിങ്ങിന് പക്കായിരുന്നു. പക്ഷെ പ്രൈസിങ് ആ ഹോണ്ട വെച്ചത് വളരെ മോശമാണ്. ലൈക്ക് ഇതിന് കോമ്പറ്റീറ്റീവ് നോക്കുമ്പോൾ ഡോമിനറും അങ്ങനത്തെ പവർ കൂടിയ വണ്ടികൾ ആ വിലക്ക് കിട്ടുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ. റസ്റ്റിക് വളരെ കൂടുതലാണ്. ലൈക്ക് ഇപ്പോൾ കൂടാണ്. റസ്റ്റിക്സിന്റെ ഇഷ്യൂസ് കൂടിക്കൊണ്ട് ഈവൻ സസ്പെൻഷന്റെ പാർട്സിൽ ചെറിയൊരു പെയിൻ പീൽ ഓഫ് ഉണ്ടല്ലേ. ഇവിടെയൊക്കെ നമുക്ക് റസ്റ്റ് കാണാം. ഇവിടെയൊക്കെ റസ്റ്റ്, നട്ട്സിലൊക്കെ റസ്റ്റ് കയറുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ കോൺസ് എന്താ, എനിക്ക് ലൈക്ക് ഡ്രൈവ് ചെയ്തിട്ട് തോന്നിയ കോണാണ് ലൈക്ക് എന്റെ സസ്പെൻഷൻ. ഫ്രണ്ട് നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ റിയർലി ഈ ഒരു സസ്പെൻഷൻ നല്ല സ്റ്റിഫ് ആണ്. ലോങ് റൈഡിലൊക്കെ പോകുമ്പോൾ പില്ലിയൻ നല്ല രീതിയിൽ ചെയ്യാണ്ടാവും. ലൈക്ക് ഇത് സിംഗിൾ റൈഡിങ് സെറ്റപ്പ് ആണ്. ഹാൻഡ്ലിംഗ് നന്നാക്കാനാണ് അവർ അവിടെ സ്റ്റിഫ് ആക്കിയത്. പിന്നെ പറയുകയാണെങ്കിൽ ലൈക്ക് ലുക്സും ഇതൊക്കെ നല്ലതാണ് വണ്ടിയുടെ. ലൈക്ക് ഫാമിലി യൂസ് ആണെങ്കിൽ ഹൈനസ് ഉണ്ടല്ലോ അപ്പുറത്ത്. പിന്നെ ഹോണ്ടയുടെ തന്നെ 10 year എഞ്ചിൻ വാറണ്ടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് എഞ്ചിൻ റിലയബിൾ ആണ്, പക്ഷെ റസ്റ്റിംഗ് ഇഷ്യൂസ് ആണ് ഒരു പ്രശ്നം. സോ അത്രയൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ റിവ്യൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്.